ഹായ്, ഞങ്ങൾ ഇന്നത്തെ ട്രിപ്പ് മുത്തങ്ങയ്ക്കാണ്. മുത്തങ്ങ ട്രിപ്പ് എന്നൊന്നും പറയാനില്ലല്ലേ. നമ്മൾ ഇവിടുന്ന് കുറച്ചങ്ങ് പോയാൽ മുത്തങ്ങ എത്തി. വൈകുന്നേരം ഒരു 5 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ വിട്ട് കഴിഞ്ഞാൽ 5:30 ആകുമ്പോൾ എത്തും. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടായിരുന്നു. ഇപ്പോഴാണ് ഓർമ്മ വന്നില്ലേ. അപ്പു പോയി വരാ പറയും. ഞങ്ങൾ വയനാട്ടിൽ മാടക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസം. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ ബത്തേരിക്കും, പിന്നെ അവിടുന്ന് ഒരു 10ഓളം കിലോമീറ്റർ ഉണ്ട് മുത്തങ്ങയ്ക്ക്. അപ്പോൾ എന്തായാലും ഒരു 10-15 മിനിറ്റ് കൊണ്ടൊക്കെ എത്തും. ബത്തേരി ടൗൺ നല്ല ബ്ലോക്ക് ആയത് നമ്മൾ ഷോർട്ട് കട്ട് അടിച്ച് വിടുകയാണേ. ബത്തേരിയുടെ കുറേ ഷോർട്ട് കട്ടുകളുണ്ട് ടൗൺ ടച്ച് ചെയ്യാതെ പോകാൻ പറ്റുന്നത്. അതൊക്കെ വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടാം. പുറത്തുനിന്ന് വരുന്നവർക്കൊക്കെ പലപ്പോഴും ബത്തേരി ടൗണിൽ കുറച്ച് സമയം ബ്ലോക്കിൽ കിടക്കേണ്ട അവസ്ഥ വരാറുണ്ട് അല്ലേ. ഈ റൂട്ട് നമ്മൾ നേരെ ബത്തേരിയിൽ നിന്ന് മൈസൂർ പോണ റൂട്ടാട്ടോ. അതിൽ കല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞാൽ കാട്, അതായത് ഫോറസ്റ്റ് തുടങ്ങുന്ന തൊട്ട് മുന്നേ ആയിട്ട് റൈറ്റിലേക്ക് ഊട്ടി എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാൻ പറ്റും. ഇവിടെ നേരെ റൈറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ഊട്ടിക്ക് പോകാട്ടോ. അതായത് മുത്തങ്ങ ടച്ച് ചെയ്യാതെ, കർണാടക ടച്ച് ചെയ്യാതെ നേരെ തമിഴ്നാട്ടിലേക്ക് ഗൂഡല്ലൂരില്ലേ, ഗൂഡല്ലൂർ മുതുമല വഴി നമുക്ക് മസനഗുഡി വഴി ഊട്ടിക്ക് പോകുന്ന ഒരു റൂട്ടാണ് ഈ കാണുന്ന വലത്തോട്ട് കാണുന്ന റൂട്ട് കേട്ടോ. അതിലെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് എത്തും. അങ്ങനെ ഫോറസ്റ്റ് തുടങ്ങുകയാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു അംഗനവാടി കാണാൻ പറ്റും. അതേപോലെ തന്നെ ടൈഗർ ഉണ്ടാവും എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാൻ പറ്റും. ഇവിടെ എലഫൻറ്റ് ക്രോസിംഗ് ഏരിയ ആണ്. ഞാൻ ഇവിടുന്ന് ആനനെ കണ്ടിട്ടുണ്ട് കേട്ടോ. ക്രോസിംഗ് ഒന്നും കണ്ടില്ല, അവിടെ ഇങ്ങനെ നിന്ന് പുല്ല് നിന്ന് കണ്ടിട്ടുണ്ട് ഒരു ദിവസം വൈകുന്നേരം. അപ്പോൾ പറഞ്ഞു ചെക്ക് പോസ്റ്റ് ഒന്നും കഴിയണ്ട, ഇവിടെ തൊട്ടേ ആനിമൽസിനെ സ്പോട്ട് ചെയ്യാൻ പറ്റും. എന്താ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോൾ ഒരു കൂരമാനെ കാണിച്ചു തരാം. ഇങ്ങനെ കൂരമാന് കേഴമാൻ എന്നൊക്കെ പറയുന്ന ഐറ്റമാണ്. കറക്റ്റ് ഇതിൻ്റെ പേര് കൂരമാനാണോ കേഴമാനാണോ എന്ന് എനിക്കറിയില്ല. ഇവനാണ് ഐറ്റം. ആള് കാടിൻ്റെ ഉള്ളിൽ മാത്രമല്ല നാട്ടിലൊക്കെ ഇറങ്ങാറുണ്ട്. പല ചെറിയ കുറ്റിക്കാട്ടിലൊക്കെ ഇയാളെ കാണാൻ പറ്റും കേട്ടോ. പുള്ളി ഉണ്ടാവില്ല, മാൻ തന്നെയാണ് ആള്. ഇവിടെ ഉള്ളവർ ചിലപ്പോൾ കാട്ടാട് എന്നൊക്കെ പറയുന്നതിനെ. കുറച്ചുകൂടി കൂടെ മുന്നോട്ട് വന്നാൽ നമ്മുടെ മുത്തങ്ങ ചെക്ക് പോസ്റ്റ് ആണ് കാണാൻ പറ്റുന്നത്. ഇവിടെ ചില സമയത്ത് തിരിച്ചു വരുമ്പോൾ ചെക്കിങ് ഒക്കെ ഉണ്ടാവും. അങ്ങോട്ട് പോകുമ്പോൾ ഫ്രീ ആണ്, ഇങ്ങോട്ട് വരുമ്പോൾ നമ്മളെ വണ്ടിയൊക്കെ ചെക്ക് ചെയ്യും, വണ്ടിയിലെ ഡിക്കിയൊക്കെ നോക്കും. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാനൊക്കെയാണ് ഇവിടെ ഒരുപാട് ഹോട്ടൽസ് ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞാൽ കർണാടകയിലാണ് കാര്യമായിട്ട് നല്ലൊരു ഹോട്ടലുള്ളത്. അതുപോലെ സീതാ ടെമ്പിളിൻ്റെ അവിടെ ചെറിയൊരു ഹോട്ടലുണ്ട്, ചായയും കടിയൊക്കെ കിട്ടും. ഇവിടെ നമുക്ക് ഹെവി ഫുഡ് കഴിച്ചിട്ട് പോകാൻ പറ്റും. പിന്നെ ടോയ്ലറ്റ് സൗകര്യമൊക്കെ കാടിൻ്റെ അകത്ത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഉണ്ട്, നമ്മുടെ ബോർഡറിൽ, അതായത് കർണാടക കേരള ബോർഡറിൻ്റെ അവിടെ. ഇവിടുന്ന് അങ്ങോട്ട് ഹോൺ അടിക്കാൻ പാടില്ല, ഉച്ചത്ത് പാട്ട് വെക്കാനോ സംസാരിക്കാനൊന്നും പാടില്ല. അങ്ങനെ നമ്മൾ അലേർട്ടായി നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും മൃഗങ്ങളൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആളിതാക്കിയിട്ട് നല്ലൊരു സുന്ദരൻ മയിൽക്കുട്ടനാണ് ഇതാ പോകുന്നത്. നല്ല ഭംഗിയുണ്ട് അല്ലേ. തൊട്ടടുത്താട്ടോ, ഫോണിലായതുകൊണ്ടാണ് നമുക്ക് ദൂരെയാന്ന് തോന്നുന്നത്. നല്ല അടുത്താണ്, നമുക്ക് നല്ല ഭംഗിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇന്നലെ മെഞ്ഞാന്നൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് മൃഗങ്ങളൊക്കെ റോഡ് സൈഡിലേക്ക് ഇറങ്ങുന്നുണ്ട്. ചൂട് കാരണം ഇവരൊക്കെ ഉൾക്കാട്ടിലേക്ക് പോയതായിരുന്നു. കുറച്ച് ദിവസം മുന്നേ വന്നപ്പോൾ ഒന്നും കാണാൻ പറ്റിയില്ല. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പോഴേക്കും ഇതാ ഒരു ആനക്കുട്ടൻ കാണുന്നില്ല അല്ലേ. ശരിക്കും കുറച്ച് ദൂരെയാണ്, അവിടെ ഒരു ആനക്കുട്ടനുണ്ട്. ആനക്കുട്ടന്മാർ ഒരുപാട് വരാനുള്ളതുകൊണ്ട് ഇതിനധികം കാണിക്കുന്നില്ല. നമുക്ക് പോകാം അല്ലേ, മുന്നോട്ടേക്ക് പോവാം. വീണ്ടും ഒരു സുന്ദരക്കുട്ടൻ മയിലല്ലേ. നേരത്തെ കണ്ട മയിലല്ല കേട്ടോ, അത് വേറെ മയിലാണ്. ഈ പ്രാവശ്യം എന്താണെന്ന് അറിയില്ല, ഒരുപാട് മയിലിനെ കണ്ടിട്ടുണ്ട്. ഇനിയും മയിലുണ്ട്, കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ഒരു മയിൽ മാത്രമല്ല കേട്ടോ ഉള്ളത്, 2-3 മയിലുകൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയി. ഒക്കെ ആൺമയിലുകളാണ്, അങ്ങോട്ട് ഇറങ്ങിപ്പോയി. നല്ല അടിപൊളി പീലിയൊക്കെ ഉള്ളത്. പിന്നെ ഇതാ അടുത്ത് തന്നെ കണ്ട വേറൊരു മയിൽ. ഇഷ്ടം പോലെ മയിൽ, നമ്മളെ ഇഷ്ടം പോലെ മയിൽ. കുറേ മയിൽ ഞങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയി. ദൂരമായിട്ട് ക്യാമറയിൽ കിട്ടുന്നില്ല, ക്യാമറയല്ല ഫോണാണ്, അപ്പോൾ അതിൽ കിട്ടുന്നില്ല, സൂം ചെയ്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് സ്കിപ്പ് ചെയ്ത് പോയതാണ്. ഒരുപാട് മയിലിനെ കണ്ടു കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സീതാ ടെമ്പിള്. ഇവിടെ സീതാദേവി, ഹനുമാന്റെ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്ക് ചായ കുടിക്കാൻ പറ്റും കേട്ടോ. പിന്നെ നേരെ വിട്ട് കഴിഞ്ഞാൽ നമ്മളിനി ബോർഡറിലേക്കാണ് പോകുന്നത്. സൈഡില് ആന, അപ്പുറത്തെ സൈഡില് മക്കള്, അപ്പുറത്ത് കുറച്ച് അപ്പുറത്ത് നിറച്ചു മക്കള്. അതല്ലേ ഞാൻ പറഞ്ഞേ. കുറച്ചുകൂടി മുന്നോട്ട് പോകാൻ ഭയങ്കര ബ്ലോക്ക്. സാധാരണ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ഒന്നും ഉണ്ടാകാറില്ല. അപ്പം നോക്കിയത് ആ റോഡിന്റെ മുകളിലായിട്ട് ഒരു ആന, 2 ആന. ഇതൊരു ആനക്കുട്ടി നിൽക്കുന്നുണ്ട് താഴെയായിട്ട്, നല്ല ക്യൂട്ടായിട്ട് അല്ലേ. അതിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. 2 ആന, 3 ആന, 4 ആന, 4 അല്ല 5 അല്ല, ഇഷ്ടം പോലെ ആന. ഇത്രയും കൂടുതൽ ആനയാണ് നമുക്ക് സ്പോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യമാണല്ലേ. അതാ പോകുന്ന കണ്ടോ ഒരുത്തൻ. അതാ പിന്നെ ആന 6, 7, 8, 9. ഞാനിങ്ങനെ എണ്ണിയിട്ട് 16 or 18 ആന എങ്ങനെ ഉണ്ടായിരുന്നു എന്നെയൊക്കെ. എത്ര ആനക്കൂട്ടങ്ങളില്ലേ, അടിപൊളി സീനായിട്ടുണ്ട്. വെറുതെ അല്ല ആൾക്കാർ ഇത്ര വലിയ ബ്ലോക്കായി. ആന അവിടുന്ന് റോഡ് ക്രോസ്, ഇത്രയും ആന റോഡ് ക്രോസ് ചെയ്യാൻ എത്ര സമയം എടുക്കുക. റോഡിന് മുകളിൽ തന്നെ വേറൊരു ആന
തൊട്ടടുത്തതാ വേറൊരു വലിയൊരു ആന. ഇതൊരു കൂട്ടായതുകൊണ്ട് ഇതിൻ്റെ അകത്ത് അങ്ങനെ കൊമ്പന്മാരൊന്നും ഉണ്ടാവില്ല, ലേഡീസ് ആയിരിക്കും കൂടുതലുണ്ടാവും, പിന്നെ കുട്ടികളും. ഇത് സ്പോട്ട് ഇത് കറക്റ്റ് കർണാടക ബോർഡറിൻ്റെ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെയാണ് ഉണ്ടാവും. ഇത് കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റാണ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഇവിടെ. ഒരാൾക്ക് 10 രൂപയാണ് വാങ്ങുന്നത്. അതാ റൈറ്റ് സൈഡിലായിട്ട് അവിടെ നമുക്ക് ഇറങ്ങി കുറച്ച് നേരം നിൽക്കണമെങ്കിൽ നിൽക്കുകയൊക്കെ ചെയ്യാം. ഇത്രയും ആനയൊക്കെ സ്പോട്ട് ചെയ്ത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടോ. ഞങ്ങൾ പിറ്റേ ദിവസം വന്ന് പിറ്റേ ദിവസം കൂട്ടായിട്ട് കാട്ടിയില്ലേ, കാട്ടുപോത്ത് എന്ന് പറയുന്ന കാട്ടി, പിന്നെ ആനക്കൂട്ടങ്ങളൊക്കെ ഒരുപാട് സീൻ കണ്ടു. അതും കൂടി ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെങ്തി ആയി പോകുന്നതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് ആഡ് ചെയ്തിട്ട് സ്ക്രീനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയായിട്ട് കാണാൻ പറ്റും.